യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വചനഭാഗം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായൊരു വചനമാണ്. സോളമൻ രാജാവിൻ്റെ വലിയ ബോധ്യം. ആ രാജാവ് ലോകം മുഴുവൻ നേടാൻ ഓടി നടന്നിട്ട് എല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വചനമുണ്ട്, അല്ലെങ്കിൽ ഒരു ആത്മവാദം ചെയ്യുന്നത് ലോകം മുഴുവൻ മിഥ്യയെന്ന്. പ്രിയമുള്ളവരെ, സഭാപ്രസംഗൻ്റെ പുസ്തകം 2-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ കറക്റ്റ് ഈ ബോധ്യം നമുക്ക് കിട്ടുന്ന തരത്തിൽ സോളമൻ രാജാവ് പറയുക. 9-ാം വാക്യത്തിൽ പറയാണ്, ജെറൂസലേമിലെ എല്ലാ മുൻഗാമികളെക്കാൾ ഞാൻ ഉന്നതനും മഹാനുമായി തീർന്നു. അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുക, അപ്പോഴും ഞാൻ ജ്ഞാനത്തിൽ നിന്നും അകന്നു പോയില്ല. 10-ാം വാക്യത്തിലാണ് സോളമൻ രാജാവ് പറയുന്നത്, ലോകത്തിൻ്റെതായ എല്ലാ സന്തോഷങ്ങളും അദ്ദേഹം സ്വീകരിച്ചു. ആണ് പറയുന്നത്, എൻ്റെ നയനങ്ങൾ ആഗ്രഹിച്ചൊന്നും ഞാൻ അവർക്ക് നിഷേധിച്ചില്ല. അതായത് എന്തൊക്കെ ആഗ്രഹിച്ചോ അതൊക്കെ ആ വ്യക്തി ചെയ്തു. വീണ്ടും രാജാവ് പറഞ്ഞ എന്താണത്, ഞാൻ അനുഭവിക്കാത്ത ഒരു സുഖങ്ങളില്ല, ലോകത്തെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു. വീണ്ടും എൻ്റെ പ്രയത്നങ്ങളെല്ലാം എൻ്റെ ഹൃദയം സന്തോഷിച്ചു. അപ്പോൾ എൻ്റെ അധ്വാനത്തിൽ ഈ രാജാവ് സന്തോഷിക്കുക. ഇതെൻ്റെ അധ്വാനത്തിൻ്റെ ലഭിച്ച പ്രതിഫലം തന്നെയായിരുന്നു. നമ്മൾ തർക്കിക്കുന്നില്ല. അദ്ദേഹം തന്നെ പറയാണ്, അദ്ദേഹം നേടിയത് അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്. ആയിക്കോട്ടെ, ഇനിയാണ് 11-ാം വാക്യത്തിൽ പറയുന്നു, പിന്നെ ഞാൻ ഉണ്ടാക്കിയവെല്ലാം അതിനു വേണ്ടി ചെയ്ത അധ്വാനത്തെയും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഇനിയാണ് വലിയ ബോധ്യത്തിലേക്ക് വരുന്നത്. എല്ലാം നേടിയ വ്യക്തി അവസാനം എന്താ പറയുന്നത്, എല്ലാം മിഥ്യയും പാഴ്വേലയുമായിരുന്നു, സൂര്യന് കീഴെ ഒരു നേട്ടമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പ്രിയമുള്ള സഹോദരന്മാരെ, ലോകകാര്യങ്ങൾ സംതൃപ്തി നേടിയ സോളമൻ ഒത്തിരി സ്വത്തുക്കൾ സമ്പാദിച്ചു, മനോഹരമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചു, വിവിധ തരത്തിൽ ജീവിതം ആസ്വദിച്ചു. പക്ഷേ ഇവയൊന്നും ശാശ്വതമായ സംതൃപ്തി നൽകുന്നില്ല എന്ന് അദ്ദേഹം കണ്ടെത്തി. പ്രിയമുള്ള സഹോദരന്മാരെ, ലോകത്തെ സന്തോഷം വേണ്ട എന്നല്ല അച്ഛൻ പറയുന്നത്. ഒരു കാര്യം ഈ രാജാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, ആത്യന്തികമായി ദൈവമാണ് ഏറ്റവും വലിയ സമ്പത്ത്, ബാക്കിയെല്ലാം മായാണെന്ന് ബോധ്യം ഇദ്ദേഹത്തെ ലഭിക്കാൻ സാധിച്ചു. എങ്കിൽ പ്രിയമുള്ളവർ, ഈ ദിവസം സോളമൻ്റെ വാക്ക് നമ്മൾ കടമെടുത്ത് പ്രാർത്ഥിക്കണം. ആത്യന്തികമായി ദൈവത്തെ ലക്ഷ്യമാക്കി ജീവിക്കണം. ലോകത്തെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഓടി നടക്കരുത്, ലോക സന്തോഷത്തെ പിറകെ പോകരുത്. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ ദിവസം ഈ സോളമൻ രാജാവിൻ്റെ ആ വലിയൊരു ബോധ്യം നമുക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും ഉപരി ദൈവത്തെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ദൈവിക ചിന്തയിൽ മാത്രം ജീവിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ദിവസം നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ലോകസുഖത്തിന് പിന്നാലെ പോയി സോളമൻ രാജാവിനെ പോലെ ജീവിതം പാഴാക്കരുത്. ആത്യന്തികമായി ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ മിശിഹായുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.